അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വ്ളോഗ് തുടങ്ങിയത് തന്നെ ഒന്ന് തീറ്റയാണല്ലേ കാണിക്കുന്നത്, നല്ല ഡയറ്റ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും കുറേ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് അങ്ങ് കിടക്കാം. ജിമ്മെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്തിനാണ് നീ ജിമ്മിൽ പോണേ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം എന്നോട് ചോദിക്കരുത് പ്ലീസ്, അതിന് ഞാൻ അഡിക്റ്റായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ചായയൊക്കെ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ചായ എല്ലാം വെച്ച് വേഗം നമ്മുടെ പണികളൊക്കെ അങ്ങ് ചെയ്യണം. ഇന്നലെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടി പിടിച്ചു, അത് കാരണം എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പം നമ്മൾ വേഗം ചായയൊക്കെ റെഡിയാക്കി ഇനി ചായ എല്ലാം കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക്, അയ്യോ പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടു, എന്നിട്ട് വേണം നമുക്ക് വേഗം എന്താ ആ സൗണ്ട് വീണ്ടും 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 വരുമ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ചേഞ്ച് ആയി പോകുന്നു, അങ്ങോട്ട് ശ്രദ്ധ പോകുന്നുണ്ട്. വല്ല നായോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ആയിരിക്കാം മേ ബി. അങ്ങനെ ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റിയിരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ തുടങ്ങണ്ടേ. പൂച്ച തന്നെ കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അയൻകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുക്കണ്ടേ. റിഹാൻക്ക് ലഞ്ച് ബോക്സ് വേണ്ടാന്ന് പറയുന്നുണ്ട്. വലിയ പുരുഷനായതിൻ്റെ ഒരിതാണ് തോന്നുന്നു. ഇപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോറില്ല. ചിക്കൻ ബിരിയാണി അങ്ങനെ വല്ലതുമാണെങ്കിൽ ആൾ കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ചായി ചിക്കൻ ബിരിയാണി ഒക്കെ ആക്കി കൊടുത്തിട്ട്, പിള്ളേർക്കൊന്ന് കുശാലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളി വലിയുള്ളി എല്ലാം ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഈ ചട്ടി എപ്പോഴും ചോദിക്കുന്നുണ്ട് നല്ലതാണോ നല്ലതാണോ. വളരെ നല്ലതാണ്. ഇത് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ മസാല ആഡ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ എന്തോ ബ്രെഡ് പീസ് വന്നപ്പോൾ അതിനെടുത്ത് കഴിച്ചതാട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ മന്തി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരാൻ. പിന്നെ നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ഇങ്ങനെ പീച്ചി എടുത്ത് അതിൻ്റെ അണ്ടക്കിടാഹം വരെ പുറത്തെടുത്തു എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വഴറ്റി കൂട്ടിയത് അതിലോട്ട് എഗ്ഗ് അങ്ങ് പൊട്ടിച്ചെടുത്തു. ഒന്ന് അടച്ചു വെച്ച് ആ എഗ്ഗ് ഒന്ന് ഇതുപോലെ ഒന്ന് വേവട്ടെ. ഇച്ചിരി മല്ലിയില കറിവേപ്പിലൊക്കെ കൊത്തിയരിഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്നാക്കിയെടുത്തു. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബ്രെഡും കൂടെ ഒന്നാക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റ്. എഗ്ഗ് ഒന്നും കൂടി വേവട്ടെ, അല്ലെങ്കിൽ ഒരുമാതിരി പച്ച ചോയ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി അങ്ങ് യോജിപ്പിച്ച് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ. കുറച്ച് നേരം കൂടി അടച്ചു വെക്കുക കേട്ടോ. താഴെ വീണതൊക്കെ എൻ്റെ വയറ്റിലാണല്ലോ പോടെ പഠിച്ചോരെ, നിങ്ങൾ കണ്ടൂലേ അതൊക്കെ. ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയല്ലേ, ആയിരിക്കും, ആവാണ്ട് വഴിയൊന്നുമില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് സംഗതി സെറ്റായിട്ടുണ്ട്. അയൻകുട്ടീൻ്റെ ലഞ്ച് ബോക്സിൽ കുറച്ചങ്ങ് വിളമ്പി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിന് അവനക്ക് കഴിക്കാനും കൊടുക്കുക. അപ്പോൾ റിഹാൻ വന്നിട്ട് ചോദിച്ചു എനിക്കൊന്നുമില്ലേന്ന്. പൊതുവേ ബ്രെഡ് ഇഷ്ടപ്പെടാത്ത അവനക്ക് ഇങ്ങനത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നീ ദോശ കഴിച്ചാൽ മതി. അപ്പോൾ ശരിയെന്നും പറഞ്ഞിട്ട് പോയിട്ട് അടുക്കളയിൽ നിന്ന്, കാരണം ബ്രെഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടാൾക്കും ഉണ്ടാക്കും. ഇന്നിപ്പോൾ അവനും കൊണ്ടുപോകാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവനക്ക് ഇന്ന് സ്കൂളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കാര്യം ഞാൻ മറന്നേക്കുക, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ഞാൻ രണ്ടു വായന്ന് കഴിച്ചു നോക്കി. മനസ്സിലായോ? ഇതെന്താ? പിന്നെ അവനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് വാഷിങ്ങിന് ഇട്ടു. ഡെയിലി ഒരേ റൊട്ടീൻ, എന്താണിത്, ഒന്ന് ചേഞ്ച് ആക്കിക്കൂടെ? നമ്മുടെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ അല്ലാണ്ട് വേറെ എന്തുവാ അല്ലേ, ഒരേ റൊട്ടീൻ. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കിയാലും ഒരേ റൊട്ടീൻ, വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യും. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യൂ. ഞാനിപ്പോൾ ഒരു ഡെയിലി വ്ളോഗറായി മാറിയില്ലേ. റെസിപ്പി വ്ളോഗറാണെങ്കിൽ ഞാൻ അങ്ങനെ പല റെസിപ്പി ഇപ്പോഴും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ആ രീതിയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ വീഡിയോസ്. ഞാൻ അങ്ങനത്തെ ഷോർട്ട് വീഡിയോ ചെയ്യട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അതായത് ഇങ്ങനെ കത്തികൊണ്ട് എറിഞ്ഞിട്ടും പിടിച്ചിട്ടും പാത്രം എറിഞ്ഞിട്ടും എങ്ങനെ ഉണ്ടാവും, മസാലകളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കൊണ്ട് നടക്കുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ അതിനൊരു ഹെൽപ്പർ വേണം. ക്യാമറ പിടിക്കാൻ, ക്യാമറ അല്ല ഞാൻ ഫോണിൽ എടുക്കുന്ന ഫോൺ പിടിക്കാൻ ഒരാൾ വേണം. നമ്മൾ ഓരോ സാധനം എറിയുമ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ ഒരാൾ വേണം. അതാണൊരു പ്രശ്നം. ഇതാവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് വലിയ
ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വല്ല പ്രൊമോഷൻ വർക്ക് വരുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ അയൻകുട്ടി പോയി ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിട്ടോ ജിനിത്ത അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എന്നിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യണേ മറക്കരുത്. ഇന്ന് ഫുള്ള് ഫണ്ണും കോമഡിയൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ അല്ലേ നമ്മുടെ വ്ളോഗ്. വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേഗം പോയിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കണം കേട്ടോ. ഈ ഒരു ടോപ്പ് റിട്ടയർഡ് ആയിട്ടുണ്ട് അല്ലേ, എടുത്ത് കളയണം. ആരെങ്കിലും കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയോ ഈ ടോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇത് കളയേണ്ട കാലാവധിയൊക്കെ എന്നോ കഴിഞ്ഞു, എന്നാലും എനിക്ക് ഇഷ്ടമിടാൻ. ഇവിടെ എല്ലാവരും എന്നെ പറയും ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ജീവൻ വരെ പുറത്തെടുക്കണ വരെ യൂസ് ചെയ്യുമെന്ന് പറയും. അതേപോലെ തന്നെ കേട്ടോ ഞാൻ. നിങ്ങളങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേഗം പോയിട്ട് നമ്മൾ പാത്രം കഴുകി തേങ്ങ പൊട്ടിക്കണ്ടായിരുന്നു. അതിനെ പൊട്ടിച്ച് ഒരു ചമ്മന്തിയൊക്കെ അരച്ച് ദോശയൊക്കെ ചുട്ട് സെറ്റാക്കണം. അതേപോലെ നമ്മൾ ഉച്ചയ്ക്ക് അത് ഉച്ചയ്ക്ക് കാണാം. ഇപ്പം ഞാൻ കുത്തിയെടുക്കലാണ്. ചിരവപ്പണി ഞാൻ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ. ചിരവ അത്രയും ചിരവിയ സാധനങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. തേങ്ങ വെള്ളം ഒരു സിപ്പേ ഉള്ളൂ, എന്നാലും അതിൻ്റെ ചണ്ടി ഉണ്ടാവുമല്ലോ തേങ്ങ ഇങ്ങനെ ഉടച്ചതിൻ്റെ. അപ്പോൾ ഞാൻ അരിച്ചിട്ടേ കുടിക്കാറുള്ളൂ. ഒറ്റ സിപ്പ് മാത്രമേ ഉള്ളൂ എന്നാലും. അപ്പോൾ ഇപ്പം എൻ്റെ എളുപ്പപ്പണി ഇതാ, ഇങ്ങനെ കൊത്തി എടുക്കുക. എന്താ പറയുക, മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിന് ശേഷം ചമ്മന്തിയോ ചട്നിയോ ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സോങ് എന്തോ മാറ്റിയതാണ് തോന്നുന്നു. സോങ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ, അതും അല്ലെങ്കിൽ ഫിലിം, ഇതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ കുക്കിംഗ് നീങ്ങാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ചമ്മന്തി അരച്ചു, മുളക് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗാന്ധി ചട്നി അല്ല കാന്തി ചട്നി അങ്ങനെ എന്തോ പറയില്ലേ നമ്മുടെ പാലക്കാട്ടുകാർ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല റോസ്റ്റ് ചുട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാനിന്ന് എന്താ കഴിക്കണമെന്ന് വെച്ചാൽ തണ്ണിമത്തൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ റോബസ്റ്റ് അങ്ങനെ എന്തോ ആണ്. കാരണം എന്താണെന്നറിയോ, ഇത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച, 2 ദിവസമല്ല 1 ദിവസം മുന്നേ എടുത്ത് വെച്ച വ്ളോഗാണ്. അത് കാരണം എനിക്കിങ്ങനെ ഓരോ സാധനങ്ങൾ വരുമ്പോഴാണ് ഓർമ്മ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ റിഹാനിക്ക് ഉണ്ടാക്കി. അതാണ് ഞാൻ ഫസ്റ്റ് റിഹാനിക്ക് സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. നോക്കുമ്പോൾ റിഹാനിക്ക് സ്കൂളില്ല, വെറും മണ്ടത്തിയാണ് അല്ലേ. അവന് സ്റ്റഡി ലീവാണ്, പക്ഷേ സ്റ്റഡി മാത്രം നടക്കുന്നില്ല, ലീവ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കി, ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉള്ള ദോശയൊക്കെ ചുട്ട് നമ്മളവിടെ പോയിരുന്ന് കഴിച്ച് ചായ എല്ലാം കുടിച്ച് കുറേ കൊച്ചു വർത്താനം പറയും. ഈ ഒരു ടൈം ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെയാണ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യൽ, ഫാമിലി ടൈം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പണ്ടൊക്കെ പറയും ഒന്നും സംസാരിക്കാണ്ട് ഫുഡ് കഴിക്കണമെന്ന്. ഇപ്പോൾ പറയും അപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് സംസാരിക്കട്ടെ പറഞ്ഞിട്ടായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല, ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി പറയട്ടോ. പണ്ട് ഡോക്ടർമാർ വർക്കൗട്ട് ചെയ്യണത് രാവിലെ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇപ്പോൾ രാവിലെ ചെയ്യാൻ ആൾക്കാർക്ക് സമയമില്ലാന്ന് ഡോക്ടേഴ്സിന് തന്നെ മനസ്സിലായി. അപ്പോൾ ഡോക്ടർമാർ നിങ്ങൾ ദിവസത്തിൽ ചെയ്താൽ മതി, അതെപ്പോൾ വേണമെങ്കിലും കുഴപ്പമില്ല. രാവിലെ ആയാലും കുഴപ്പമില്ല, ഉച്ചക്കായാലും കുഴപ്പമില്ല, രാത്രി ആയാലും കുഴപ്പമില്ല. മനുഷ്യന്മാരൊന്ന് ശരീരം അനങ്ങിയാൽ മതി എന്ന് പറയുന്ന ഡോക്ടർമാരാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഫാമിലി ടൈം എപ്പോഴാണെങ്കിലും കുറച്ച് നേരം ഉണ്ടായാൽ മതി, അതെപ്പോഴാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഫാമിലി ടൈം ഈ കഴിക്കണ ടൈമൊക്കെയാണ് കേട്ടോ, ചായ കുടിക്കുന്ന ടൈം. പിന്നെ രാവിലെ ഉമ്മയും ഇക്ക ഉണ്ടെങ്കിലൊക്കെ സിറ്റൗട്ടിലിരുന്ന് അവർ മണിക്കൂർ കണക്കിന് വർത്താനം പറയുന്നുണ്ടാവും. പക്ഷെ രാവിലെ എനിക്ക് അവിടെ പോയിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഫാമിലി ടൈമിൽ ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ ഇതുപോലെ ഫുഡൊക്കെ കഴിക്കുന്ന സമയം, പിന്നെ ഹാളിലൊക്കെ ഒന്നിച്ചിരിക്കുന്ന സമയം, നമുക്ക് പൊതുവേ ബാക്കി പറഞ്ഞാൽ കുറച്ച് ഫാമിലികളുണ്ടല്ലോ ഒട്ടും ഫാമിലി ടൈം ഇല്ലാതെ, അവരപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫാമിലി ടൈം ഉണ്ട്. പിന്നെ പിള്ളേരിനെയൊക്കെ വിളിച്ച് വരുത്തി കൂട്ടത്തിലിരിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. പണ്ട് കൂട്ടത്തിൽ പിള്ളേരിനെ കൂട്ടൂല, പക്ഷെ ഇപ്പോൾ കൂട്ടൂല. ഞാനൊക്കെ കൂട്ടും കേട്ടോ. ഒരു മുക്കിലൊക്കെ ഇരിക്കണം, ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ പറയുക. അവരെയും കൂട്ടുക, എല്ലാ കാര്യങ്ങളും അവരും അറിയട്ടെ അല്ലേ. നമ്മളെന്താ സംസാരിക്കുന്നത്, ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കണതും അതും ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അവരും അറിയട്ടെ, അതത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചായ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ്. എവിടേക്കോ സംസാരിച്ച് എവിടേക്കോ എത്തിയ ഒരു വ്ളോഗ്. അതേപോലെ നനച്ചുള്ളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണ്, തീർച്ചയായും നോമ്പിന് ക്ലീൻ ആക്കിയാൽ ഫ്രഷ് ഫീൽ ചെയ്യും, ശരിക്കും ചെയ്യും. നമ്മുടെ വീടും മനസ്സും എല്ലാം ഫ്രഷ് ആയിരിക്കും അല്ലേ. പിന്നെ എൻ്റെ കമൻറ്റ് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തേ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കണ്ടില്ല, നിങ്ങളാണോ നിൻ്റെ ആണോ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ചായ വെച്ചിട്ടുണ്ട്. ജിനിത്ത ഞാനും തുടങ്ങിയിട്ടുണ്ട് നനച്ചുകുളിപ്പണി. കറക്റ്റാണ്, നമുക്കിത് നോമ്പിന് മുമ്പ് ചെയ്യുമ്പോൾ
സാറ്റിസ്ഫൈ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യാറ്. അത് കഴിയുമ്പോൾ ഒരു റാഹത്താണ് അല്ലേ. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, പക്ഷെ ചെയ്യാനുള്ള ആരോഗ്യം പഠിച്ചോൻ തരണം. ഫെബ്രുവരിയിൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവർ വിചാരിച്ചു ഇത്ര നമ്മുടെ ജീരകശാല റൈസ് 80 രൂപയ്ക്ക് കിട്ടുമോ അത് എവിടെയെന്ന് വിചാരിച്ചു ഇത്ര. പക്ഷെ പിന്നെയല്ല മനസ്സിലായത് 150 രൂപ. ഞാൻ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാല്ലേ, അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാറുന്നില്ലേ കമന്റ് ബോക്സിൽ അല്ലേ, പറയായിരുന്നില്ലേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ അതൊന്നും. പിന്നെന്താണ്, 1 മന്തിന് വാങ്ങിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കോ, വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല നോമ്പിന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാം കേട്ടോ. പോയി കഴിഞ്ഞ ഞാൻ പണ്ടൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ മേടിക്കണത് ഇങ്ങനെ കാണിച്ചു കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് സാരി കളക്ഷൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതൊക്കെ ഈ ഒരു കാരണമാണ്. അതായത് നമ്മളിങ്ങനെ വെറുതെ കാണിക്കുമ്പോൾ പലരും പല രീതിയിലല്ലേ അതിനെടുക്കുക. അപ്പോൾ വെറുതെ എന്തിനാ നെഗറ്റീവും കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് വെക്കും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതുപോലെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളല്ലേ, രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ചുകൂടെയെന്ന്. കഴിച്ചിട്ടുണ്ട്. ഇന്ന് 2 ദോശ കഴിച്ചിട്ടുണ്ട്. അത് മീൻകറി ഉള്ളതുകൊണ്ട് കഴിച്ചതാ. മീൻകറിയും ദോശയും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് മാത്രം കഴിച്ചതാണ് കേട്ടോ. ഇനി എന്താ പറയാന്, അയ്യോ എനിക്ക് കിട്ടുന്നില്ല. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയേക്കുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ അയാൾ നല്ല മോനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ അവനൊന്ന് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മുടെ ടോപ്പിക് അങ്ങ് തീർന്നു പോകുമ്പോഴാണ് നമുക്കൊന്നും പറയാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുക കേട്ടോ. അങ്ങനത്തെ അവസ്ഥകൾ എൻ്റെ വ്ളോഗിൽ പലപ്പോഴായിട്ട് എനിക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഉള്ളിലുള്ള അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കുമ്പോഴേക്കും അല്ലേ, അപ്പോൾ ഇപ്രാവശ്യം നനച്ചുള്ളി പണിക്ക് നമ്മളും എന്നും നിൽക്കേണ്ടി വരും. ആദ്യത്തെ 2 ദിവസം ഞാൻ അങ്ങനെ നിൽക്കൂല, പിന്നെ തീരാറാവൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കൂടൂട്ടോ. ഫസ്റ്റ് ദിവസം ഞാൻ അങ്ങനെ നിൽക്കാറില്ല, പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2-3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമല്ലോ എന്ന്. മറ്റേ 3, 4, ചിലപ്പോൾ 5 ദിവസമൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതായത് മുറ്റം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്, ഉള്ളിൽ മാത്രമല്ല. പിന്നെ ഉള്ളിൽ നമ്മുടെ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ ഇറക്കുകയാണെങ്കിൽ പിന്നെ വേറെ സംഭവം തന്നെ ആയിരിക്കും. എൻ്റെ അടുത്ത് ക്ലീനിങ് ഇപ്പോൾ കുറേ ആൾക്കാർ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ കമ്പനികൾ പോലെ വന്നിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തു തരുമല്ലോ. അവരൊക്കെ ചോദിച്ചതാ, അയ്യോ സോയ ഫ്രൈൻ്റെ റെസിപ്പി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതൊക്കെ ഞാനിപ്പോഴാണ് കണ്ടത്, എന്തൊക്കെ പൊടികളൊക്കെ ഇട്ടത് എന്നുള്ളത് ഇനി നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട്. അതായത് കടലമാവും മൈദയും ചേർത്തിട്ടുണ്ട്, ബാക്കി മഞ്ഞൾ, മുളക്, മല്ലി, ഡ്രൈ മാംഗോ, പിന്നെ എന്താ പറയുക ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ ഉപ്പ്, സോയാ സോസ്, കസൂരി മേത്തി, കുറച്ച് തൈര്, ഇതെല്ലാം ചേർത്ത് ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോപ്പ് ചെയ്ത ഉള്ളി ചേർക്കാൻ. പിന്നെ വെളിച്ചെണ്ണയും തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ സോയ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോൻ പറയും എത്രയും ടേസ്റ്റിലൊക്കെ സോയ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ സോയ. ഇപ്പം ഞാനിങ്ങനെ ഓരോ സംഭവങ്ങൾ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, അതായത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും കുറച്ച് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. ആ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ മസാല തേച്ച് അവിടെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയിട്ട് ഞാനൊന്ന് എന്താ പറയുക, ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നനച്ചുള്ളി പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു ടീം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം അവരെ കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അവരെ കിട്ടിയാലും നമ്മളെ വീട് ക്ലീൻ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം എനിക്കൊക്കെ പറഞ്ഞാൽ അത് ശീലമായി. പക്ഷേ
പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ ഞാനതാ അവർക്ക് ബുദ്ധിമുട്ടാകുമോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, കാരണം അവരുടെ ഒരു ജോബ് ഇതല്ലേ, അങ്ങനെയല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചേച്ചിമാർ തന്നെയല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ഞാൻ ഇതാ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്ത് ഇനിയിപ്പോൾ പോയി കുളിച്ച് വരണം. പക്ഷെ അതിന് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊരു സാധനമുണ്ട്, എന്താണെന്നറിയോ? നങ്കിമീൻ. നമ്മുടെ ഇവിടെ മാന്തൾ മീനിന് നങ്കിമീൻ എന്ന് പറയിട്ട് പാലക്കാട് ഈ ഭാഗത്തേക്ക് ഉണക്കമാന്തളില്ലേ അതിനെ. അപ്പം അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പച്ച മീൻ കിട്ടുന്നില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ആകെ കിട്ടുന്ന മീൻ എന്താണെന്നറിയോ? അയലയും ചെമ്പല്ലിയും മാത്രം. അത് കഴിച്ച് മടുക്കുകയും ചെയ്തു. പിന്നെ കുട്ടികൾക്ക് വേണമെന്ന് പറയുമ്പോൾ മേടിക്കാറാണ് കേട്ടോ. അപ്പോൾ മുളകും കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി, ഉപ്പിടണ്ട, ഉപ്പുണ്ടാവും. അപ്പോൾ ഒന്ന് തിരുമ്പി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. തിരുമ്പി അവിടെ മാറ്റി വെച്ചു. അവിടേക്ക് ഉമ്മ മാന്തൾ വറുക്കുമ്പോൾ കാണാം മുളക് കയറി ഇടുന്നു. ഇനി അതിലുള്ള എക്സ്ട്രാ ഉപ്പ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ. അപ്പം എന്തായാലും നമ്മൾ ഉടനെ പൊരിച്ചെടുക്കും ചെയ്യും. ഇതിന് വലിയ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ സ്വന്തം മാന്തളല്ലേ. അപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് ഇച്ചിരി കറിവേപ്പിലയും വേണേൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സോയയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. റിഹാനാണെങ്കിൽ വിശക്കണു ജിനിമ രാവിലെ അധികം കഴിക്കൂല കേട്ടോ. അവന് എന്നിട്ട് ഉച്ച ഒരു 12:30 ആകുമ്പോഴത്തേന് വിശക്കണു പറയും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊയ്യാക്കിയാണ്, അടക്കാപ്പഴം, അമൃത് ഒക്കെ പറയും. അപ്പൊ അതിന് ഉമ്മ കട്ട് ചെയ്ത് തന്നപ്പം അതൊന്ന് കഴിച്ചു. കുക്കിങ്ങിന്റെ എന്താ പറയാ, ഇടവേളകളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണത് നല്ല അടിപൊളി സംഭവം അല്ലേ. പിന്നെ വേഗം പോയിട്ട് ഈ സോയ ഫ്രൈ ചെയ്യുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എണ്ണ കുടിക്കും, അതാണൊരു പ്രശ്നം. അതില്ലെങ്കിൽ സൂപ്പറാണല്ലേ. അതുകൊണ്ടാണ് ഭയങ്കര പേടി ഇത് കഴിക്കാൻ. പിന്നെ എയർ ഫ്രയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവൊക്കെ ചെയ്യും, എന്നാലും നമുക്ക് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ ഇല്ലേ. എന്താല്ലേ, ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാനും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ചില സംഭവങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു തോന്നല. അപ്പൊ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു അവനക്ക് ഫുഡ് അങ്ങ് വിളമ്പി കൊടുത്തിട്ട് കുളിക്കാൻ പോയാൽ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിശക്കണു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ നല്ല വൺപയർ എന്താ ഇതിന് പറയുക, വെള്ളപ്പയർ, അതല്ലേ നല്ലത്. വെള്ളപ്പയർ പുളിയും മാന്തൾ മീനും പിന്നെ നമ്മുടെ സോയ ഫ്രൈയും പപ്പടം വേണമെങ്കിൽ സൈഡിൽ വെക്കാം, അച്ചാറൊക്കെ, തൈരും ഒക്കെ. അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും കാണിക്കുന്നത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലോ മറ്റേ വ്ളോഗ്. അപ്പോൾ വേവിച്ച ശേഷം എല്ലാ പൊടികളും ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനിവിടെ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്, പച്ചമുളകും. നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി അടച്ചു വെച്ചിട്ട് ഈ മസാലയും ഉള്ളിയൊക്കെ ഒന്ന് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇച്ചിരി പുളി വേണം കേട്ടോ, എന്നാൽ ഒരുപാട് വേണ്ടതിനും. അപ്പോൾ ഞാൻ എന്തായാലും പുളിപ്പൊടി എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട്, കയ്യിലെന്താ കടുകാണ് തോന്നുന്നു, എന്തൊരു സംഭവം, അതിനൊക്കെ ഒന്ന് തട്ടിയിട്ട്, ഈ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. പിന്നെ കടുക്, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഇട്ട് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി നല്ല ടേസ്റ്റായി. ഈ കറി ഉണ്ടാക്കിയ ഇങ്ങനത്തെ കുറച്ച് പുളിയുള്ളതും പിന്നെ മുളക് വറുത്ത പുളി ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നങ്കിമീൻ പൊരിച്ചത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നങ്കിമീൻ പൊരിച്ചതും മുളകും ഒക്കെ പാടങ്ങ് വെച്ചിട്ട് എങ്ങനെയുണ്ട് ചമ്മന്തി? അപ്പോൾ ഈ ടേസ്റ്റ് ഇല്ലാത്ത ചമ്മന്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. വെറുതെ ഷോ ഓഫാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയുള്ളിയും
ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിരവിയതാണെങ്കിലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ വറ്റൽമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ. അത്രയും സൂപ്പറാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിലേക്കാണ് ഏറ്റവും കോമ്പിനേഷൻ, ദോശയിലേക്ക് കുഴപ്പമില്ല എന്ന് പറയാട്ടോ. അപ്പോൾ ആ പുളിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഇച്ചിരി നമ്മുടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചൂടാറിയ ശേഷം പതുക്കെ പതുക്കെ അരച്ചെടുക്കണം. അതായത് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ആവും. ഇതാവുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടി പോലെ ആക്കിയെടുക്കണമെങ്കിൽ ഒന്ന് പൊടിച്ച പോലെ ആക്കിയാൽ മതി. എനിക്ക് എന്തായാലും ചമ്മന്തി പോലെ ആക്കി എടുക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ മൈൻഡിൽ. അപ്പം ഞാൻ ഇതിനെ അങ്ങനെ തന്നെ ആക്കിയെടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് നമ്മുടെ ചോറിൻ്റെ പൊതിച്ചോറൊക്കെ കെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സംഗതി സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പം നമ്മുടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് കേട്ടോ. ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.